സോ ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. നമ്മുടെ സാംസങ്ങിൻ്റെ ഡിവൈസസിൽ നമ്മൾ വല്ല ഗെയിംസോ കളിക്കുമ്പോൾ എത്ര ഫ്രെയിം റേറ്റ്സ് ആ ഗെയിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സാംസങ്ങിൻ്റെ ഡിവൈസിൽ എങ്ങനെയാണ് നോക്കാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു ഗെയിം ഉണ്ടാവുമല്ലോ നമ്മുടെ ഫോണിൽ, അത് ഓപ്പൺ ചെയ്യാം. അപ്പം ഇങ്ങനെ ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്വൈപ്പ് ഡൗൺ ചെയ്യുക. സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ടാപ്പ് ടു ഓപ്പൺ ഗെയിം ബൂസ്റ്റർ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചിഹ്നം കാണാണ്ടല്ലോ, ഈ ചിഹ്നം അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്ഡേറ്റ് 22.67 MBൻ്റെ ഗെയിം പ്ലഗിൻസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗെയിം പ്ലഗിൻസ് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്ക് പോവാം. ബാക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഈ സ്വൈപ്പ് ഡൗൺ ചെയ്യുക. സ്വൈപ്പ് ഡൗൺ ചെയ്തിട്ട് ഒന്നുകൂടി ടാപ്പ് ടു ഓപ്പൺ ഗെയിം ബൂസ്റ്റർ അവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യില്ല, ആ സിമ്പിളിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എഗ്രി കൊടുക്കുക. എഗ്രി കൊടുത്ത് കഴിഞ്ഞിട്ട് എലൗ ഗെയിം പ്ലഗിൻസ് ടു സെൻഡ് യു നോട്ടിഫിക്കേഷൻ എലൗ എന്ന് കൊടുക്കുക. എലൗ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് പെർഫ് സെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആവും, പെർഫോമൻസ് സെറ്റ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ആവട്ടെ, പിന്നെ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പോവുക. പെർഫ് സെഡ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് ഇതൊന്ന് നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പെർഫ് സെഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ട്യൂട്ടോറിയൽസ് ഉണ്ടാവും, അത് സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പെർഫ് സെഡ് ഈസ് റിക്വസ്റ്റിംഗ് പെർമിഷൻ ടു അപ്പിയർ ഓൺ ടോപ്പ് ഓഫ് അതർ ആപ്സ് അലൗ ദ അപ്പിയർ ടു ഓൺ ടോപ്പ് പെർമിഷൻ. സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഈ പെർഫ് സെഡ് ഒന്ന് എലൗ കൊടുക്കുക. എലൗ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഫ്രെയിം റേറ്റ്, CPU, GPU, ടെമ്പറേച്ചർ, മെമ്മറി യൂസേജ്, സെലക്ട് ടെമ്പറേച്ചർ യൂണിറ്റ്, സെൽഷ്യസ്, ഫാരൻഹൈറ്റ്. അപ്പോൾ ഇതിലത്തെ ഏതൊക്കെയാണ് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ തൽക്കാലം സെലക്ട് ചെയ്യാൻ പോകുന്നത് ഫ്രെയിം റേറ്റ്സ് ഇരുന്നോട്ടെ. അവിടെ CPU ഡിസേബിൾ ചെയ്യുക, GPU ഡിസേബിൾ ചെയ്യുക, ടെമ്പറേച്ചർ ഇരുന്നോട്ടെ, പിന്നെ മെമ്മറി യൂസേജും ഡിസേബിൾ ചെയ്യുക. പിന്നെ ടെമ്പറേച്ചർ ഏത് സെൽഷ്യസ് ആണോ ഫാരൻഹൈറ്റ് ആണോ വേണ്ട അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ സെൽഷ്യസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്ക് പോവുക. ബാക്ക് പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ, FPS, ടെമ്പറേച്ചർ, എത്ര FPS-ലാണ് ഈ ഗെയിം നമുക്ക് കളിക്കാൻ പറ്റുന്നത്, പിന്നെ നമ്മൾ കളിക്കുമ്പോൾ എത്രയാണ് ഫോണിൻ്റെ ടെമ്പറേച്ചർ ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗെയിംസ് കളിക്കുന്ന സമയത്ത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്